തിരുവനന്തപുരം കരമനയിൽ കൊടും ക്രൂര കൊലപാതകം നടത്തിയ പ്രതികൾ മുൻപും സമാനമായ കുറ്റകൃത്യം ചെയ്തവർ. 2019 അനന്തു ഗിരീഷ് എന്ന യുവാവിനെ ക്രൂര പീഡനത്തിനിരയാക്കി കൊന്നവർ തന്നെ 5 വർഷത്തിനു ശേഷം അഖിൽ എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ കൂടിയെടുത്തു. ലഹരി മാഫിയയായി പ്രവർത്തിക്കുന്ന സംഘമാണ് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. 2019 മാർച്ചിലാണ് അനന്തു ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്രൂര പീഡനത്തിനിരയാക്കിയ ശേഷം പ്രതികൾ കൊലപ്പെടുത്തിയത്. കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്തുവും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ദേശീയപാതക്കരികിലെ കാട് പിടിച്ച സ്ഥലത്ത് പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടെയാണ് ഇവർ അനന്തുവിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത്. തുടർന്ന് റോഡരികിലെ ഒരു ബേക്കറിയിൽ നിന്ന് അനന്തുവിനെ ഭീഷണിപ്പെടുത്തി പ്രതികൾ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി. ദേശീയപാതയിൽ നീറമൺകരയ്ക്ക് സമീപമുള്ള കാട് പിടിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിച്ചാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അനന്തുവിന്റെ 2 കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ മുറിച്ചു. കണ്ണുകളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. തലയ്ക്ക് കല്ലുകൊണ്ടടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു. തല ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് തകർത്തു. അനന്തു ജീവന് വേണ്ടി പിടയ്ക്കുമ്പോൾ ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി അട്ടഹസിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പ്രതികൾ ക്രൂരത ആസ്വദിച്ചു. തലയിലും കയ്യിലുമടക്കം ആഴത്തിലുള്ള 5 പരിക്കുകൾ. കരിക്ക്, കല്ല്, കമ്പ് എന്നിവ മർദ്ദനത്തിന് ഉപയോഗിച്ചു. കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് തലസ്ഥാന നഗരത്തിൽ വീണ്ടും അരുംകൊല അരങ്ങേറി. കുറെ നാളുകളായി തലസ്ഥാന നഗരിയിൽ ഇത്തരം സംഭവങ്ങൾ കുറവാണ്. ഇപ്പൊ വീണ്ടും ചില ആവർത്തിക്കപ്പെടുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ബാറിൽ വെച്ച് സിഗരറ്റ് വലിക്കാൻ സ്ഥലം നൽകാതിരുന്നതിനാണ് 2 ആഴ്ചയ്ക്ക് ശേഷം അഖിലിന്റെ ജീവനെടുത്തത്. കമ്പിവടി കൊണ്ട് തലയും ഭാരമുള്ള കല്ലുകൊണ്ട് മുഖവും നെഞ്ചിൻ കൂടും തകർത്തുകൊണ്ടുള്ള ക്രൂരത. ആർക്കും നിയമം കയ്യിലെടുക്കാവുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തെന്നും പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.